ഇടത്തരം വരുമാനമുള്ളവർക്ക് സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റ്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. സംസ്ഥാനം ഉറ്റുനോക്കിയിരുന്ന ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കാതെയായിരുന്നു ബജറ്റ്. അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം അനുവദിക്കണമെന്നും അവ PF-ൽ ലയിപ്പിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. നഗരങ്ങളിൽ 1 ലക്ഷം വീടുകൾ സജ്ജമാക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ടൂറിസം മേഖലയ്ക്ക് 385.02 കോടി രൂപ അനുവദിച്ചു. വയനാട് പുനരധിവാസത്തിനായി 750 കോടി, ലൈഫ് പദ്ധതിക്കായി 1160 കോടി, KSRTCക്ക് ആധുനിക ബസ്സുകൾ വാങ്ങിക്കാൻ 178.96 കോടി, KCBക്ക് 1088.8 കോടി, സൗജന്യ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി, നെൽകൃഷിക്ക് 150 കോടി എന്നിവയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിക്ക് 700 കോടി, സഞ്ചാരികൾക്ക് കെ-ഹോം 5 കോടി, പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി, AI സ്റ്റാർട്ട് മിഷന് 1 കോടി, ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് 212 കോടി, ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി എന്നിവയും ബജറ്റിൽ വകയിരുത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന് മികവിന്റെ 7 കേന്ദ്രങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ, സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ 100 കോടി, സൈബർ ഡിവിഷൻ ശക്തിപ്പെടുത്താൻ 2 കോടി, വന്യജീവി ആക്രമണം തടയാൻ 50 കോടിയുടെ പദ്ധതി, തീർത്ഥാടന ടൂറിസത്തിന് 20 കോടി, ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് 20 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 43 കോടി എന്നിവയും പ്രഖ്യാപിച്ചു. തെരുവുനായ വന്ധീകരണത്തിന് 2 കോടി, മത്സ്യമേഖലയ്ക്ക് 295 കോടി, കുടുംബശ്രീക്ക് 270 കോടിയും ബജറ്റിൽ വകയിരുത്തി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. TCV ന്യൂസ്, തൃശൂർ.